അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ മാതൃകാ വനിതകൾ എന്ന തലക്കെട്ടിൽ നടത്തിവരുന്ന ഓൺലൈൻ വർക്ക്ഷോപ്പിന്റെ 8ാമത്തെ സെഷനാണ് ഇന്നത്തെ ക്ലാസ്. പരിശുദ്ധി, ഭക്തി എന്നിവയുടെ ഉത്തമ മാതൃകയായ മറിയം അലൈഹിസ്സലാമാണ് ഇന്നത്തെ നമ്മുടെ പ്രതിപാദ്യ വിഷയം. പ്രവാചകനായ ഈസ അലൈഹിസ്സലാമിന്റെ മാതാവായ മറിയമിനെ വിശുദ്ധ ഖുർആൻ പ്രത്യേകം ആദരിക്കുകയും അവരുടെ പേരിൽ ഒരു സൂറത്ത് തന്നെ അവതരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറിയം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായി നമ്മുടെ ഇന്നത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യാനായി ഡോക്ടർ സൈഫുദ്ദീൻ സാറിനെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആൻ ലോക ജനതയ്ക്ക് ഉപമയായി ചില വനിതകളെ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. നല്ലവരായ ജനതയ്ക്ക് മറിയമും അതുപോലെ ഫിർഔന്റെ ഭാര്യ ആസിയയെയും കുഫർ കൊണ്ട് നടക്കുന്നവർക്ക് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെയും നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെയും പത്നിമാരെയും ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറ മറിയം, സൂറ ആൽ ഇമ്രാൻ എന്നീ സൂറത്തുകളിൽ പരിശുദ്ധ ഖുർആൻ വളരെ വിശദമായി തന്നെ മറിയം ബീവിയെ കുറിച്ച്, മറിയം അലൈഹിസ്സലാം അവരെ കുറിച്ച് വളരെ വിശദമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നുണ്ട്. നന്മയുടെ, ക്ഷമയുടെ, സ്ഥിരതയുടെ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വിശ്വാസം ഏറ്റുപിടിക്കുന്ന ഒരു പ്രതീകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയമിനെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാം. മോറൽ എന്ന് പറയുന്ന മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദൈവികമായ ഇടപെടലുകൾ, അള്ളാഹു ഒരു മനുഷ്യനെ പ്രത്യേക നിയോഗമായി നിയമിച്ചു കഴിഞ്ഞാൽ അത് പാലിക്കുന്നതിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള വിശദമായ കാര്യങ്ങൾ മറിയം അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങളിൽ നമുക്ക് ചർച്ചകൾ കാണുവാൻ പറ്റും. അതുകൊണ്ട് തന്നെ ലോക മനസാക്ഷിയുടെ മുമ്പിൽ മറിയം എന്ന് പറയുന്നത് വലിയ ഒരു സ്ഥാനമാണുള്ളത്. ഇസ്ലാമിക ലോകത്തും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിനുമിടയിലും മേരി അല്ലെങ്കിൽ മറിയം എന്നത് വളരെ ഉയർന്ന സ്ഥാനമാണല്ലോ നൽകി വരുന്നത്. ഇസ്ലാമിക സമൂഹം ഈസാ നബി അലൈഹി ഇസ്ലാമയുടെ മാതാവ് എന്ന രീതിയിൽ കാണുകയും അതുപോലെ തന്നെ നേരത്തെ വിശദീകരിച്ച ഉപമകളുടെയും അപദാനങ്ങളുടെയും ഉടമ എന്ന നിലയിൽ വിശദീകരിക്കുമ്പോൾ, ക്രിസ്ത്യൻ സമൂഹം അതിൽ നിന്നും കുറച്ചും കൂടി കടന്നുകൊണ്ട് ഈ ത്രിയേകത്വ സങ്കല്പത്തിന്റെ ഭാഗമായി കൊണ്ട് പരിശുദ്ധ മാതാവ് എന്ന് പറയുന്ന ഒരാശയം കൂടി ചേർത്ത് വെക്കുന്നതും നമുക്ക് കാണാം. ആ ഒരു കൺസെപ്റ്റിനെ അള്ളാഹു തള്ളിക്കളയുന്നത് കാണാം. സൂറ ബഖറ, അതുപോലെ തന്നെ നിസാ അടക്കമുള്ള നിരവധി സൂറത്തുകളിൽ ഈ മറിയമിനെ തന്നെ വിളിച്ചുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നീ പറഞ്ഞോ എന്നെയും കൂടി മഹത്വവൽക്കരിക്കണമെന്ന് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെ അള്ളാഹു ക്രിസ്തീയ സമൂഹത്തിന്റെ മുന്നിൽ വെച്ച് ചോദിക്കുന്നുണ്ട്. അതേസമയം യഹൂദർക്കിടയിൽ മറിയം എന്നത് വളരെ മോശപ്പെട്ട ഒരു ആയാണ് പരിചയപ്പെടുത്തപ്പെടുന്നത്. അവരെയും കൂടി ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ആമുഖത്തോട് കൂടിയിട്ടാവണം നമ്മൾ ഈ വിഷയം സംസാരിക്കേണ്ടത്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു സ്ത്രീയുടെ പേരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുള്ളൂ, അത് മറിയമിന്റെ മാത്രമാണ്. പരിശുദ്ധ ഖുർആനിൽ വളരെ സെലക്റ്റീവ് ആയിട്ടാണ് പേരുകൾ, ആൾക്കാരുടെ പേരുകളിൽ ചാപ്റ്ററുകൾ, അധ്യായങ്ങൾ ഉള്ളത്. അതിൽ ഒരു ചാപ്റ്റർ മറിയമിനെ കുറിച്ചിട്ടാണ്. അത് ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പേര് മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ചാപ്റ്ററിന്റെ പേരായി ഖുർആനിൽ കാണുവാൻ കഴിയുള്ളൂ. അത് മാത്രമല്ല, മറിയമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്ന ഭാഗത്ത് ആൽ ഇമ്രാനിലെ വിശദമായി തന്നെ ഈ വിഷയം ചർച്ചയിൽ വരുന്നുണ്ട്. ആ ഭാഗത്ത് തന്നെ
അല്ലാഹു സുബ്ഹാനഹു വതആല വഇദ് ഖാലത്തിൽ മലായികത്തു യാ മറിയം ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. അവിടെ മലക്കുകൾ മറിയമിനെ വിളിച്ചുകൊണ്ട് മറിയമിനെ തെരഞ്ഞെടുത്തിരുന്നു, അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തുവെന്നും അവരെ വിശുദ്ധമാക്കി പ്രഖ്യാപിച്ചുവെന്നും ലോക ജനതയിലെ സ്ത്രീകൾക്ക് മുകളിൽ മറിയമിനെ തന്നെ അവരുടെ പ്രത്യേകം തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് കാണാം. 2 തവണയാണ് സൂറ ആൽ ഇമ്രാനിലെ 42-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്തഫ, തെരഞ്ഞെടുത്തു എന്നുള്ള പദപ്രയോഗം ഉപയോഗിക്കുന്നത്. അത് മറിയമിനെ കുറിച്ചിട്ടാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ തന്നെ അവരുടെ ഭൗതിക ലോകം, അതായത് അവരുടെ ആത്മീയ ലോകവുമായിട്ടുള്ള ഒരു ഇടപെടലിന്റെ ഒരു ആഴം നമുക്ക് ഖുർആനിൽ കാണാം. അതുപോലെ തന്നെ നിരവധി പ്രാർത്ഥനകളിലൂടെയുള്ള അവരുടെ ബന്ധം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ താല്പര്യത്തോടും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കുമുള്ള അവരുടെ ഒരു സബ്മിഷൻ, ഒരു കീഴടങ്ങൽ നമുക്ക് ഇത് കാണാം. അതുകൊണ്ട് തന്നെയാണ് ആണും പെണ്ണും അടങ്ങുന്ന എല്ലാ വിശ്വാസികൾക്കും മാതൃകയായും പ്രതീകമായും അല്ലാഹു സുബ്ഹാനഹു വതആല മറിയമിനെ പരാമർശിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പരാമർശിച്ച സൂറത്ത് തഹ്രീമിൽ തന്നെ ലോക ജനതയുടെ ഒരു മാതൃക എന്ന നിലയിൽ പറയുമ്പോൾ മറിയമിനെ തന്നെയാണല്ലോ പരാമർശിക്കുന്നത്. മറിയം ബിൻത് ഇമ്രാൻ അല്ലത്തി അഹ്സനത് ഫർജഹ വനഫഖനാ ഫിഹാ മിൻ റൂഹിനാ വസദ്ദഖത് ബികലിമാത്തി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. മറിയമിന്റെ പ്രാധാന്യം എടുത്ത് പറയുകയും അവരുടെ തന്നെ മോറൽ അക്കൗണ്ടബിലിറ്റിയെയും അല്ലാഹു സുബ്ഹാനഹു വതആല അംഗീകരിക്കുകയും ചെയ്യുകയും അതുപോലെ തന്നെ ഈസാ നബിയുടെ ഒരു സാന്നിധ്യത്തെ ഈ ആയത്തിൽ പരാമർശിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ എല്ലാ കിതാബുകളിലും വിശ്വസിക്കുന്ന അനുസരണയുള്ള വിനീത വിധേയയായ ഒരു മഹദി എന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറ മറിയമിൽ അവരുടെ പ്രത്യേകതകൾ എടുത്ത് പറയുന്നതും നമുക്ക് കാണാം. അപ്പൊ ഈ രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മറിയമിനെ മുഴുവൻ ഖുർആനിൽ പരാമർശിക്കുന്നത്. ഇവിടെ ആ മറിയമിന്റെ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല ചില ഭാഗങ്ങളിൽ ഈ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത് കാണാമല്ലോ. അതായത് ഇമ്രാൻ എന്ന് പറയുന്ന പദപ്രയോഗം, അത് ആ ഒരു പദപ്രയോഗത്തെ കുറിച്ച് ചില പണ്ഡിതന്മാർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അതായത് ഇത് ഇമ്രാന്റെ മകൾ ആണോ എന്ന ഒരു ചോദ്യം, അതല്ല ഇമ്രാൻ എന്ന് പറയുന്ന ഒരു പൊതുവായ ഒരു പൂർവികരിലേക്ക് ചേരുന്നതാണോ എന്ന് പറയുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെയും നമുക്ക് ഖുർആനിൽ തന്നെ കാണുവാൻ പറ്റും. അതിൽ ഇവരുടെ മറിയമിന്റെ ഉമ്മയെക്കുറിച്ച്, മാതാവിനെ കുറിച്ചിട്ടുള്ള ചർച്ചയിൽ ഖുർആൻ അവരുടെ പേര് പരാമർശിക്കുന്നില്ല. നമ്മുടെ തഫ്സീറുകളിലും അതുപോലെ തന്നെ യഹൂദ ക്രിസ്തീയ പാരമ്പര്യങ്ങളിലുമാണ് അവരുടെ പേര് പരാമർശിക്കുന്നത്. അന്ന എന്ന പേരാണ്. ഇസ്ലാമിക കൃതികളിൽ അവരുടെ പേര് ഹന്ന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്രഅത്ത് എന്നുള്ള പദവും വളരെ സവിശേഷമാണ്. നമ്മൾ മറിയയുടെ മാതാവിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ ഇമ്രാൻ എന്ന് പറയുന്ന പദത്തിൽ ഇമ്രഅത്ത് എന്ന് പറയുമ്പോൾ സൗജി എന്ന പദവുമായി വളരെ വ്യത്യസ്തമായ അർത്ഥമാണെന്ന് നമുക്കറിയാം. സൗജ് എന്ന് പറയുമ്പോൾ തന്റെ ഭർത്താവുമായി ഇണയുമായും എല്ലാ അർത്ഥത്തിലും പൂരകമായി വർത്തിക്കുന്ന ഒരു തുണയുടെ സവിശേഷമായ പദപ്രയോഗമാണ് സൗജി എന്നുള്ളത്. എന്നാൽ ഇവിടെ ഇമ്രഅത്ത് എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. അതിനെ ഖുർആനിലെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഒരു പ്രത്യേകം ഏതെങ്കിലും ഒരു പേഴ്സണിലേക്ക് അവരുടെ ഒരു മാരിറ്റൽ ഇണ, ഒരു വൈവാഹിക ഇണ എന്ന് പറയുന്ന കൺസെപ്റ്റിനേക്കാളും അപ്പുറം ഒരു സോഷ്യൽ നരേറ്റീവിലേക്ക്, പ്രത്യേക ഒരു കുടുംബത്തിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പദം എന്ന നിലയിലാണ് ഇമ്രഅത്ത് എന്നുള്ള പദം ഇവിടെ അള്ളാഹു ഉപയോഗിച്ചതെന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. മൗലാന മൗദൂദി ഈ മറിയമത്തിന്റെ പിതാവിനെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ ഒരു ലീനേജിനെ കുറിച്ചുമുള്ള ചർച്ചകൾ തഫ്ഹീമുൽ ഖുർആനിൽ നടത്തുന്നുണ്ട്. അവിടെ ബൈബിൾ കാഴ്ചപ്പാട് പ്രകാരം യോഹിം എന്ന് പറയുന്ന ഒരാളാണ് മറിയമിന്റെ പിതാവായി ബൈബിളിൽ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ആ ഒരു പദപ്രയോഗം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ശരിയായ ഒരു നോളജ് ഖുർആൻ വിശദീകരിക്കുന്നില്ല എന്നാണ് മൗദൂദി സാഹിബ് അതിനെക്കുറിച്ച് പറയുന്നത്. അതിനുശേഷം പറയുന്നത് വേറൊരു ചരിത്ര വീക്ഷണ പ്രകാരം ഈ മൂസാ നബിയുടെയും അതുപോലെ തന്നെ ഹാറൂൻ നബിയുടെയും പിതാവിന്റെ പേര് ഇമ്രാൻ എന്ന രീതിയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വംശ പരമ്പരയിലേക്ക് ചേർത്ത് കൊണ്ടാവാം ഒരുപക്ഷെ ഇമ്രാൻ എന്ന് പറയുന്ന പദപ്രയോഗം വന്നിട്ടുണ്ടാവുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് മൗലാന മൗദൂദി അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. കാരണം ആ ഒരു കണക്ഷൻ
പുതിയ നിയമം ന്യൂ ടെസ്റ്റ്മെന്റ് ലൂക്കില് 1:5 ആ ഒരു തരത്തിൽ യഹ്യയുടെ ഒരു വംശപരമ്പര വിശദീകരിക്കുന്ന ഭാഗത്ത് അവിടെ ആരോണിന്റെ, അതായത് ഹാറൂൺ നബിയുടെ ഒരു വംശപരമ്പരയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പദപ്രയോഗം കാണാം. കാരണം ബൈബിളിൽ ഇമ്രാൻ എന്നത് അമ്രാം എന്ന രീതിയിലാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പിതാവാവണമെന്നില്ല, ഈ ഒരു തരത്തിലുള്ള ഒരു ബന്ധമാവാം എന്ന് പറയുന്ന ചർച്ചകൾ നമുക്ക് ഖുർആനിൽ കാണുവാൻ പറ്റും. എന്ത് തന്നെയാണെങ്കിലും ഈ രണ്ട് അഭിപ്രായങ്ങൾ ഈ ഒരു വിഷയത്തിലുണ്ട്. ഇമ്രാൻ എന്ന് പറയുമ്പോൾ ഇമ്രാന്റെ ഭാര്യ എന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കാം എന്ന് പറയുന്ന പണ്ഡിതന്മാരും നമുക്ക് കാണാം. അതിന്റെ കൂടെ തന്നെ മറ്റൊരു പ്രത്യേകത, ഈ ഒരു പ്രവാചകന്മാരുടെ വംശപരമ്പരയിൽ പ്രത്യേകിച്ച് സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു സാന്നിധ്യത്തിൽ, സക്കരിയയുടെ മകൻ യഹ്യ അലൈഹി ഇസ്ലാമിന്റെ സാന്നിധ്യം, അതുപോലെ തന്നെ ആ പ്രവാചക പരമ്പര യഹൂദ പരമ്പരയുടെ ഭാഗമായി പ്രവാചക പരമ്പരയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീ, അതിന്റെ കൂടെ തന്നെ ഈ ബൈത്തുൽ മുഖദ്ദിസിൽ ജീവിക്കാൻ ആ ഒരു കൺസെപ്റ്റിൽ വളരുവാനുള്ള അവരുടെ ഒരു സാഹചര്യം, സൗഭാഗ്യം, ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ വളരെ സവിശേഷമാർന്ന ഒരു ജീവിത രീതിയായിരുന്നു മറിയമിന്റെ എന്ന് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അവിടെ ആ ഒരു വർത്തമാനമുണ്ടല്ലോ, അത് നാം വിശദീകരിച്ച് വരുന്നുണ്ട്. അതിൽ ഒരു എല്ലാ പെൺകുട്ടികൾ ആൺകുട്ടീനെ പോലല്ലോ, അല്ലെങ്കിൽ സ്ത്രീ ആണിനെ പോലല്ലോ എന്ന് പറയുന്ന ഈ ഇവരുടെ ഹന്നയുടെ, അതായത് മറിയമ്മത്തിന്റെ മാതാവിന്റെ ഒരു പരാമർശം പോലും വരുന്നുണ്ട്. അവരുടെ ഒരു നിരന്തര ഒരു പ്രാർത്ഥനയുടെ ഒരു പശ്ചാത്തലം, പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് മറിയം ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ തരത്തിലുള്ള ഒരു ദൈവികത അല്ലെങ്കിൽ ആ ഒരു ആത്മീയമായ ഒരു ബന്ധം മറിയത്തിന്റെ ജനനത്തിൽ പോലും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സക്കരിയ അലൈഹി ഇസ്ലാമിന്റെ ഒരു സാന്നിധ്യം, സക്കരിയ അലൈഹി ഇസ്ലാം ആയിരുന്നല്ലോ അവരുടെ ഒരു മെന്ററായി വർത്തിച്ചിരുന്നത്. ആ ഒരു പ്രത്യേകത ഖുർആൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. സക്കരിയ അലൈഹി ഇസ്ലാമിന്റെ മറിയമുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ, മിഹ്റാബിലെ മസ്ജിദുൽ അഖ്സയിലെ ബൈത്തുൽ മുഖദ്ദിസിലെ മിഹ്റാബിലെ അവരുടെ സാന്നിധ്യം, അതുപോലെ തന്നെ അവരുടെ ഒരു പ്രവാചകന്മാരുടെ ഒരു കണക്ഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അതായത് നൂഹ്, ആദം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ആ പാരമ്പര്യത്തോട് ചേർത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് മറിയമിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്ന ഖുർആൻ തന്നെ അത് വിശദീകരിച്ച് പറയുന്നത് കാണാം. അപ്പൊ ഈ ഒരു തരത്തിൽ ഇബ്നു കസീർ ഇതിന്റെ ഒരു ചരിത്രത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പ്രവാചകന്മാരെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കിതാബില് മറിയമുമായി ബന്ധപ്പെട്ട ബന്ധം, അതുപോലെ തന്നെ അത് ഒരുപക്ഷെ അവരുടെ മാതാവിന്റെ സിസ്റ്ററുടെ ഭർത്താവോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു അങ്കിൾ എന്ന് പറയുന്ന, അമ്മാവൻ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ആയിരുന്നു അവർക്കുണ്ടായിരുന്നെന്ന് അവർ വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധത്തിന്റെ കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിലേക്ക് അവര് കണക്ട് ചെയ്യുന്ന, അതുപോലെ തന്നെ സക്കരിയ അലൈഹി ഇസ്ലാമിന്റെ ഒരു കസിനായി മാറുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു കുടുംബ ബന്ധുവായി മാറുന്ന, ഒരു യഹ്യ അലൈഹി ഇസ്ലാമിന്റെ കസിനായി മാറാൻ കഴിയുന്ന, ഈസ അലൈഹി ഇസ്ലാമിന്റെ മാതാവായി മാറുന്ന, അങ്ങനെ വിവിധ തരത്തിലുള്ള പദവികൾ വഹിച്ച ഒരു മഹദി എന്ന രീതിയിൽ നമുക്ക് ചരിത്രത്തിൽ മറിയമിനെ കാണാമെന്ന് ഇബ്നു കസീർ അവരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മറിയമിന്റെ ജനനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ നടത്തേണ്ടത്. മറിയമിന്റെ ജനനത്തിൽ മാതാവ് നേരത്തെ വിശദീകരിച്ചതുപോലെ അവിടെ ഖാലത്ത് ഇമ്രാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലി ഇമ്രാനിൽ അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. 35-37 ആയത്തുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്ക് കാണാം. ഒരു ആൺകുഞ്ഞ് എന്ന പറയുന്ന ഒരു സ്വപ്നമാണ് ഉമ്മ അവിടെ മുന്നിൽ വെക്കുന്നത്. ഞാൻ അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന് മുമ്പിൽ അവരെ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് കൊടുക്കാം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ ഒരു പ്രാർത്ഥനയിലുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് പറയുന്നത് ഫലമ്മാ വദഅതുഹാ ഖാലത് റബ്ബി ഇന്നി വദഅതുഹാ ഉൻസ വല്ലാഹു അഅലമു ബിമാ വദഅതു വലൈസ ദക്കറു കൽ ഉൻസ. ഇത് പറയുന്നത് പടച്ചവനെ, ഞാൻ പ്രസവിച്ചത് പെൺകുഞ്ഞിനെയാണല്ലോ, പെൺകുഞ്ഞ് ആൺകുഞ്ഞിനെ പോലല്ലോ എന്ന് പറയും. എന്നിട്ട് ഇന്നി സമ്മൈതുഹാ മറിയം വ ഇന്നി ഉഈദുഹാ ബിക വ ദുർരിയതഹാ മിനശ് ശൈത്താനിർ റജീം. ഇവർ അതിനോട് ചേർത്ത് പറയുന്നുണ്ട്, ഞാൻ ആ കുഞ്ഞിന് മറിയം എന്ന് പേര് നൽകുന്നു, ഞാൻ ശപിക്കപ്പെട്ട ശൈത്താനിൽ നിന്ന് മറിയമിനും അവരുടെ മക്കൾക്കും അഭയം തേടുന്നു എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയും കൂടി ചേർത്ത് പറയുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ
അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറഞ്ഞു ഫതഖബ്ബലഹാ റബ്ബുക ബിഖബൂൽ ഹസനിൻ വഅൻബതഹാ നബാതൻ ഹസന. മറിയം അലൈഹിസ്സലാം, മറിയമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം സംരക്ഷണം ഏർപ്പെടുത്തുന്ന ഒരു വർത്തമാനമാണ് ഇവിടെ പറയുന്നത്. അതായത് ആ തരത്തിൽ അവരെ നല്ല ഒരു സ്വീകരണമാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. നല്ല ഒരു അപ്ബ്രിംഗിങ്ങുമായി ബന്ധപ്പെട്ട വർത്തമാനം അതേ ആയത്തിൽ സൂറ ആൽ ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? ഇവിടെ ഒരു ജെൻഡർ, അതായത് ആണ് പെണ്ണ് വ്യത്യാസം ഇല്ലാതെ തന്നെ നന്മയുടെ ഒരു ഉദാഹരണമായി മറിയമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കുന്നു. ആ മറിയം തന്നെ അന്നത്തെ ടെമ്പിൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മസ്ജിദുൽ അഖ്സയാണ്. അവിടുത്തെ മസ്ജിദുൽ അഖ്സയുടെ അവിടെ ജീവിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു സ്ത്രീയുടെ സാന്നിധ്യത്തെയും അള്ളാഹു എടുത്ത് പറയുന്നു. ആ സ്ത്രീ എന്നത് മറിയം എന്ന പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയും ചെയ്യുന്നു. അതായത് മസ്ജിദുൽ അഖ്സയിൽ വളരാൻ ഒരു സ്ത്രീക്കും കഴിയുമെന്നുള്ളത്, ഒരു ആണ് പെണ്ണ് വേർതിരിവില്ലാതെ തന്നെ ഒരു റിലീജിയസ് സെന്ററുകളിൽ ഒരുപോലെ സാന്നിധ്യം ഒരുക്കാൻ പറ്റും എന്ന് പറഞ്ഞ ഒരു ആശയം നമുക്ക് ഈ ആയത്തുകളിലൂടെ കാണാം. അത് മാത്രമല്ല, അവരുടെ പ്രാർത്ഥന നോക്കുക. മിൻ ഷൈത്താൻ റജീം, ശപിക്കപ്പെട്ട ഷൈത്താന്റെ സാന്നിധ്യത്തിൽ നിന്നും രക്ഷിക്കണമെന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയും കൂടി ഈ ഒരു കാര്യത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അത്രത്തോളം അവര് സംരക്ഷണം ഒരുക്കുന്ന ഒരു വർത്തമാനം മറിയത്തിന്റെ ജനനത്തിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. മറിയമിന്റെ ഒരു വളർച്ചയും അതുപോലെ തന്നെയാണല്ലോ. അവർ നേരത്തെ അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി മസ്ജിദുൽ അഖ്സയിലേക്കാണ് കൊടുക്കുന്നത്. സക്കറിയ അലൈഹി ഇസ്ലാം ആണല്ലോ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്. സക്കറിയ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അതിന് താഴോട്ട് പിന്നെ വിശദീകരിച്ച് സൂറ ആൽ ഇമ്രാനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, കുല്ലമാ ദഖല അലൈഹ സക്കറിയ അൽ മഹ്റാം. സക്കറിയ അലൈഹി ഇസ്ലാം മിഹ്റാബിലേക്ക്, മസ്ജിദിന്റെ പ്രത്യേക പൊസിഷൻ ഭാഗത്തേക്ക് കയറുമ്പോൾ വജദ ഇൻദഹാ റിസ്കൻ, ഭക്ഷണങ്ങൾ കാണുന്നു. ഖാല യാ മറിയം അന്നാ ലക്കി ഹാദാ, ഇത് നിനക്ക് എവിടുന്നാണ് ലഭിച്ചത്? ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാ, അത് അല്ലാഹുവിൽ നിന്നാണ് ലഭിച്ചത്. ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ അളവുകളില്ലാതെ നൽകുന്നവനാണ് എന്ന് അവിടെ മറിയം മറുപടി പറയുന്നതും നമുക്ക് കാണാം. അപ്പൊ ഈ ഒരു തരത്തിൽ മറിയത്തിന്റെ ആ ഒരു മസ്ജിദുൽ അഖ്സയിലുള്ള ഒരു ജീവിതം, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായങ്ങൾ, അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണം അവിടെ ഒരുക്കുന്നു. അപ്പൊ ഈ മിഹ്റാബ് എന്ന് പറയുന്ന ഒരു പദപ്രയോഗവും വളരെ പ്രത്യേകമാണ്. മിഹ്റാബ് എന്ന് നമുക്കറിയാം, അത് ആരാധനയ്ക്ക് പ്രത്യേകമാത്രമായി ഒരുക്കിയിരിക്കുകയാണ്. അവിടെയാണ്, ആ ഭാഗത്താണ് മറിയമിന്റെ ഒരു സാന്നിധ്യമുള്ളത്. അത്രത്തോളം ദൈവികമായ ഒരു സാന്നിധ്യം മറിയമിന് അള്ളാഹു നൽകുന്നു എന്നാണ് മിഹ്റാബിലേക്ക് കയറുമ്പോൾ, അതായത് മസ്ജിദിന്റെ പ്രത്യേക ഭാഗത്തേക്ക് കയറുമ്പോൾ അവിടെ മറിയമിന്റെ ഒരു സാന്നിധ്യത്തെ അള്ളാഹു വിശദീകരിക്കുന്നത്. അപ്പൊ അത്രത്തോളം ഒരു വളരെ സ്വതന്ത്രമായ, ഒരു ഓട്ടോണമസ് ആയ, ഒരു ആത്മീയമായ ഒരു സാന്നിധ്യത്തെ ഈ ആയത്തിലൂടെ അള്ളാഹു ഉറപ്പ് വരുത്തുന്നതാണ്. ഏതെങ്കിലും ഒരാളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ്, ഒരു സ്ത്രീ എന്നതിനേക്കാളും അപ്പുറം നേരിട്ട് അള്ളാഹുമായി ഇടപെടാൻ കഴിയുന്ന ഒരു വനിത എന്ന രീതിയിൽ മറിയമിനെ ആദ്യ ഘട്ടത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത്. ഇവിടെയാണ് മലക്കുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉള്ളത്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നു. ആ ഒരു ചർച്ച നമുക്ക് സൂറ മറിയമിലെ 12 മുതൽ 21 വരെ ആയത്തുകളും ആൽ ഇമ്രാനിലെ 45 മുതൽ 47 വരെയുള്ള ആയത്തുകളിലും അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഇത് ഞാൻ ഇവിടെ പരാമർശിക്കുന്നതും സൂറത്ത് മറിയമിലെ ആയത്തുകളാണ്. അവിടെ ഒരു പുരുഷ രൂപത്തിലാണ് മലക്ക് മറിയമിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതിനുള്ള അത് സൂറ മറിയമിലെ 17-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. 18-ാമത്തെ ആയത്തിൽ നോക്കുക, മറിയമിന്റെ മറുപടി, അതിന്റെ റെസ്പോൺസ് എങ്ങനെയാണ്? മറിയം ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാണെങ്കിൽ അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു. അതായത് ആ ഒരു ആയത്തിൽ തന്നെ തഖ്വയെ മുന്നിൽ വെച്ചുകൊണ്ടിട്ടുള്ള, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന, തവക്കുൽ ചെയ്യുന്ന ഒരു സ്ത്രീയുടെ സ്വഭാവത്തെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അതായത് ആ ഒരു പുരുഷൻ സാന്നിധ്യത്തിൽ നിന്ന് അള്ളാഹുവിലേക്ക് പെട്ടെന്ന് അഭയം തേടുന്ന, അവരുടെ പവിത്രതയെ സംരക്ഷിക്കുന്ന, തഖ്വയെ, തന്റെ മുന്നിൽ കാണുന്ന പുരുഷനോട് തഖ്വയെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു സ്ത്രീ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മലക്ക് പറയുന്നത്, ഖാല ഇന്നമാ അന റസൂൽ റബ്ബിക്, നിന്റെ റബ്ബിന്റെ ഒരു റസൂലാണ് ഞാൻ, റസൂൽ മാത്രമാണ് ഞാൻ. ലിഅഹബ ലക ഗുലാമൻ സക്കിയ, നല്ല പരിശുദ്ധനായ ഒരു കുഞ്ഞിനെ ഗിഫ്റ്റ് തരുവാൻ, സമ്മാനം തരുവാൻ വേണ്ടി വന്നവനാണ് എന്ന രീതിയിൽ മലക്ക്
ആ സൂറ മറിയമിലെ 19-ാമത്തെ ആയത്തിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്ന് നമുക്കറിയാം ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ തൊട്ടുടനെ തന്നെ ആ ഒരു സ്ത്രീയുടെ മറുപടി നോക്കുക. കാലത്ത് അന്നാ യകൂനു ലി ഗുലാമുൻ വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയ. എനിക്ക് ഇങ്ങനെയാണ് കുഞ്ഞുണ്ടാവുക, ഒരാൺ ഇതുവരെ എന്നെ സ്പർശിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ വഴിതെറ്റിപ്പോയ ഒരാളുമല്ല എന്ന് സൂറ മറിയമിലെ 20-ാമത്തെ ആയത്തിൽ പറയുന്നു. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം ആ മലക്ക് അവിടെ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറയുന്ന കാല കദാലിക കാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ, ഇത് പടച്ചവന്റെ തീരുമാനമാണ്, അവന് വളരെ എളുപ്പമുള്ള കാര്യമാണ്. വലിനജഅലഹു ആയത്തൻ ലിന്നാസി വറഹ്മതൻ മിന്നാ, ഇത് എന്തിനാണ്? ജനങ്ങൾക്കൊരു തെളിവായും അതുപോലെ തന്നെ കാരുണ്യമായും അനുഗ്രഹവുമായും ആയിട്ടാണ്. വക്കാന അമ്രൻ മഖ്ദിയ, അത് തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ് എന്ന രീതിയിൽ മലക്ക് വന്ന നിയോഗം മറിയമിന്റെ മുമ്പിൽ പറയുന്നു. അതായത് കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായ സ്ത്രീ പുരുഷ സംസർഗത്തിലൂടെയാണ് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വർത്തമാനം തന്റെ പവിത്രതയും തന്റെ തഖ്വയും സംരക്ഷിക്കുന്ന ആ ഒരു വർത്തമാനം നേരിട്ട് മലക്കിനോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് ഇവിടെ മറിയമ്മിനെ വിശദീകരിച്ച് പറയുന്നത് കാണാം. അപ്പോൾ ആ ഒരു തരത്തിൽ അള്ളാഹുവിനോട് നേരിട്ട് തന്നെ ആ തൊട്ടടുത്ത ആയത്തിലുള്ള പറയുന്നുണ്ടല്ലോ, കാല ഇന്നി ഔദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയ, ഇന്നി ഔദു ബിർറഹ്മാൻ. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യവാനായ റഹ്മാനോടാണ് ഞാൻ അഭയം തേടുന്നത് എന്ന രീതിയിൽ പ്രത്യേകം എടുത്തു പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് അവരുടെ സ്വഭാവത്തെ, ഒരു മോറൽ ഇന്റഗ്രിറ്റിയെ, അള്ളാഹുവിനിൽ തവക്കുൽ ചെയ്യുന്ന ആ ഒരു അവരുടെ നിലപാടിനെ, ഒരു തരത്തിലുമുള്ള ഒരു കോംപ്രമൈസിങ് സിറ്റുവേഷനും തയ്യാറാവാത്ത ഒരു സ്ത്രീയെ നമുക്ക് ഈ ആയത്തിലൂടെ കാണുവാൻ കഴിയും. ഇവിടെ ഈ ചില ഖുർആനുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക ചർച്ചകൾ ഈ ആയത്തുകളിലുണ്ട്. കാരണം ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് സൂറത്തുൽ ആൽ ഇമ്രാനിലൊക്കെയും ഇങ്ങനെ ഇത് കാലത്തിൽ മലായികത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ എന്ന് പരാമർശിക്കുന്നുണ്ട്. എന്നാൽ സൂറത്ത് മറിയമിൽ മലക്ക് എന്നേ പരാമർശിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നത് ഇതല്ലാതെ വേറെ ചില സാഹചര്യങ്ങളും മലക്കുകളുടെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെന്നും ആ ഒരു പശ്ചാത്തലത്തെ കുറിച്ചാണ് ഇത് പറയുന്നതെന്നും ജിബ്രീൽ അലൈഹി ഇസ്ലാം മാത്രമാണ് കുഞ്ഞിന്റെ ജന്മവുമായി ബന്ധപ്പെട്ട വർത്തമാനം പറഞ്ഞ ഭാഗത്ത് വന്നുള്ളതെന്നുമാണ് പണ്ഡിതന്മാർ ഇതിനെ ചേർത്തുകൊണ്ട് വിശദീകരിക്കുന്നത്. അത് ആ ഒരു ആയത്തുകളുടെ വൈവിധ്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അത് വിശദീകരിച്ചത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും കൂടെ ചേർത്ത് പറയുന്നുണ്ട്. അതായത് അള്ളാഹു അവരോട് ഫഹമൽതഹു ഫൻബദത് ബിഹി മകാനൻ ഖസിയ, സൂറ അവിടെ തന്നെ മറിയമിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അതായത് അവർ ദൂരെയുള്ള ഭാഗത്തേക്ക് പോയി. ദൂരെയുള്ള ഭാഗത്തേക്ക് പോകുന്നു പറഞ്ഞാൽ സ്വാഭാവികമായും തനിക്കിനി വരാൻ പോകുന്ന സാമൂഹ്യപരമായ പ്രശ്നങ്ങൾക്ക്, എല്ലാ തരത്തിലുള്ള ആരോപണങ്ങൾക്ക് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്ര എന്ന നിലയിൽ അവരുടെ ഒരു സ്പിരിച്വൽ റിട്രീറ്റിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് സ്വാഭാവികമായും ഒരു മനുഷ്യ സ്ത്രീക്ക് അനുഭവപ്പെടുന്ന എല്ലാ വേദനകളെയും ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ, വേദന ശക്തമാകുമ്പോൾ മറിയം പ്രാർത്ഥിക്കുന്നു, പടച്ചോനെ ഇല്ലാതിരുന്നുവെങ്കിൽ, ഞാൻ അങ്ങനെ ഒരു ഇല്ലാതിരുന്നുവെങ്കിൽ എന്ന തരത്തിലുള്ള ഒരു പ്രാർത്ഥന ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം, അള്ളാഹു കൊടുത്ത ഒരു പരീക്ഷണത്തെ ഏറ്റെടുത്ത ഒരു സ്ത്രീ എന്ന നിലയിൽ അള്ളാഹു തന്നെ സംരക്ഷിക്കുന്ന നമുക്ക് അടുത്ത ആയത്തുകൾ കാണാം. ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തക സരിയ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തങ്ങളുടെ കീഴിൽ വെള്ളമൊഴുക്ക് നാം ഉണ്ടാക്കി തന്നില്ലേ, ഒരു വെള്ളം ഒഴുകുന്ന ഒരു ഭാഗം സംവിധാനം ഉണ്ടാക്കി തന്നു. വഹുസി ഇലൈക ബിജിദിൻ നഖ്ല തുസാഖിത് അലൈക റുതുബൻ ജനിയ. അത് മാത്രമല്ല, ഈ ഈത്തപ്പഴത്തിന്റെ ഇല താഴ്ത്തി കൊടുത്തുകൊണ്ട് അത് കുലുക്കി അത് തിന്നാൻ പറയുന്നു. അതായത് അവരുടെ ബുദ്ധിമുട്ടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയും അവർക്ക് ആവശ്യമായ ഒരു സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഒരുക്കി കൊടുക്കുന്നത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കാണുവാൻ പറ്റും. പക്ഷേ ഈ പ്രസവം ഇതൊക്കെ കഴിയുകയും നാട്ടിലേക്ക് എത്തുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് അവർ അനുഭവിക്കുന്ന ശാരീരികമായ വേദനയെക്കാളും മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് അവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതെന്ന് കാണാം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പോകുന്നതിന് മുമ്പ് അവരോട് പറയുന്ന വർത്തമാനവും കൂടി ഇട്ടുണ്ട്. അങ്ങനെ
തറയിന്ന മിനൽ ബഷറി അഹദൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നീ അങ്ങോട്ട് പോകുമ്പോൾ ആണുങ്ങളെ മനുഷ്യന്മാരാരെയും കാണുകയാണെങ്കിൽ ഫഖൂലി, അവരോട് പറയുക, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഞാൻ ഇന്ന് അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്തിരിക്കുകയാണ്, ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഞാൻ ഇന്ന് ആരോടും സംസാരിക്കുകയില്ല എന്ന് അവരോട് പറയണം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ആ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് മറിയമിനോട് തന്നെ നേരിട്ട് പറയുന്ന ഒരു വർത്തമാനമാണ് ഇവിടെ. അങ്ങനെ ഈ ഒരു കാര്യം പഠിപ്പിക്കുകയും പിന്നീട് ആ നാട്ടിലേക്ക് എത്തുമ്പോൾ ഫാത്തത് ബിഹി ഖൗമഹ തഹ്മിലുഹു, ഈ ഗർഭിണിയായി ഈ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് ആ നാടിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഖാലു യാ മറിയം ഖദ് ജിഅ്തി ഷൈഅൻ ഫരിയ, എന്ത് വളരെ മോശകരമായ കാര്യമാണല്ലോ നിനക്ക് സംഭവിച്ചിരിക്കുന്നത്. യാ ഉഖ്തി ഹാറൂൻ, ഹാറൂനിന്റെ സഹോദരി, ഇത് ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തിൽപ്പെട്ട ആ ഒരു ബന്ധത്തിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. മാക്കാന അബൂക്കി ഇമ്രാൻ സു വമാക്കാനത്ത് ഉമ്മക്ക് ബഗയ്യ, നിന്റെ പിതാവ് മോശക്കാരനായിരുന്നില്ല, നിന്റെ ഉമ്മയും ആ ടീമില്ല അങ്ങനെയുള്ള ഒരു വൃത്തികെട്ട സ്ത്രീ ആയിരുന്നില്ലല്ലോ, അതിന് ലംഘിച്ചവളായിരുന്നില്ലല്ലോ, നീ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ അവർ പറയാൻ തോന്നി. സ്വാഭാവികമായും അങ്ങനെ ഒരു വർത്തമാനം ഉണ്ടാകുമെന്ന് അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് തന്നെയാണല്ലോ അവരോട് മറിയമിനോട് പറയുന്നത്, ഞാൻ ഇനി മിണ്ടുകയില്ല എന്ന രീതിയിൽ പറയുന്നത്. എന്നിട്ട് മറിയം എന്താണ് ചെയ്യുന്നത്? ഫാഷാറത്തെ ഇലൈഹി കാലു, കുഞ്ഞിലേക്കാണ് വിരൽ ചൂണ്ടിയത്. കാലു, അവർ പറഞ്ഞു, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ, ഈ മടിത്തൊട്ടിലിരിക്കുന്ന കുഞ്ഞിനോട് ഞങ്ങൾ എന്ത് സംസാരിക്കാനാണ്, എങ്ങനെ സംസാരിക്കാനാണ് എന്നവർ പറയുന്നു. ബാക്കി നമുക്ക് ഖുർആൻ തന്നെ വിശദീകരിച്ച് പറയുന്നുണ്ട്. കുഞ്ഞ് മറിയം അവരോട് സൂറത്ത് മറിയമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പിന്നീട് ഈസാ അലൈഹി സ്വലാം അവരോട് സംസാരിക്കുന്നു, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ഞാൻ അള്ളാഹുവിന്റെ നബിയാണ്, എനിക്ക് കിതാബ് ലഭിച്ചു എന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ നമുക്ക് കാണാം. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു രീതി ഉണ്ടല്ലോ, അതായത് ആ സമൂഹം അവരുടെ മുമ്പിലേക്ക് എത്തിയ മറിയമിനെ അവരുടെ കുടുംബത്തിന്റെ തറവാടിന്റെ പാരമ്പര്യം പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മറിയമിനെ ആക്ഷേപിക്കാൻ തുടങ്ങുന്നതായിട്ട്, ഈ മനുഷ്യന്മാർ ആക്ഷേപിക്കാൻ തുടങ്ങിയതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയമിനെ വിശദീകരിക്കുന്ന തുടക്കം തന്നെയും ആദം, നൂഹ്, ഇബ്രാഹിം, ഇമ്രാന്റെ കുടുംബം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഏത് വംശത്തെ പരാമർശിച്ചുകൊണ്ടാണോ ഈ മനുഷ്യന്മാർ മറിയമിനെ ആക്ഷേപിക്കുന്നത്, എന്നാൽ അതേ വംശത്തെ പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയമിനെ തിരഞ്ഞെടുത്തു എന്നും പറയുന്നത്. അപ്പൊ അത്രത്തോളം ഒരു വൈരുദ്ധ്യം നമുക്ക് അവരുടെ സ്വഭാവത്തിലും അള്ളാഹുവിന്റെ തീരുമാനത്തിലും നമുക്ക് കാണുവാൻ കഴിയും. എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള പ്രയാസമുള്ള സാഹചര്യത്തിലാണെങ്കിൽ പോലും അള്ളാഹു മറിയമിന്റെ സംരക്ഷണം ഏറ്റെടുത്തു എന്ന രീതിയിലാണ് ഖുർആൻ ഇവിടെ അവരുടെ ചരിത്രം വിശദീകരിക്കുന്നത്. അതിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം, ഈ സൈലൻസ്, അതായത് ഞാൻ നോമ്പെടുത്തു എന്ന രീതിയിലാണ് പറയുന്നത്. നമ്മൾ നിശബ്ദത എന്നുള്ള അർത്ഥത്തിലാണ് സൗമ് എന്നുള്ള പദം വരുന്നത്. സിയാം എന്നുള്ള പദത്തിൽ സൗമ് എന്നുള്ള പദം തമ്മിൽ വളരെ വ്യത്യസ്തമായ അർത്ഥങ്ങളാണുള്ളത്. സൗമിന് ഒരു സൈലൻസുമായി ബന്ധപ്പെട്ട ഒരു അർത്ഥമുണ്ട്, സിയാമിന് നമ്മൾ മനസ്സിലാക്കുന്ന നോമ്പുമായി ബന്ധപ്പെട്ട അർത്ഥങ്ങളുണ്ട്. അപ്പോ ഈ പറയുന്ന ഭാഗത്തൊക്കെ സൗം എന്നുള്ള പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു നിശബ്ദതയിലൂടെ അവരുടെ തീരുമാനത്തെ ഖുർആൻ വിശദീകരിച്ച് പറയുന്നുണ്ട്. വളരെ സാമൂഹ്യപരമായ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ നിശബ്ദമായി നേരിടുക എന്ന രീതിയിൽ, അള്ളാഹുവിന്റെ സഹായത്തോടു കൂടി നിശബ്ദമായി നേരിടുക എന്ന രീതിയിൽ നമുക്ക് ഈ മറിയമിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ പറ്റും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ നാട്ടുകാരുടെ കയ്യാൽ, അവരുടെ വാക്കുകളാൽ അകറ്റപ്പെടുന്ന ഒരു സ്ത്രീയെ സംരക്ഷിക്കുന്ന ഒരു കഥ ഇതിലൂടെ നമുക്ക് കാണുവാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ അള്ളാഹുമായി ബന്ധപ്പെട്ട ഒരു ഡിവൈൻ സോഷ്യൽ കോൺട്രാക്ട് ഈ ഒരു ചർച്ചയിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഖുർആൻ പറഞ്ഞതുപോലെ മറിയമിന്റെ ഒരു സവിശേഷത എന്ന നിലയിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അള്ളാഹു മുഴുവൻ സമൂഹത്തിനെയും, അതായത് സമൂഹം മുഴുവൻ എതിര് നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ അത് യഥാവിധി സ്വീകരിച്ചുകൊണ്ട് ആ സമൂഹത്തിന് എതിര് നിൽക്കുന്ന, അതുപോലെ തന്നെ ആ ഒരു സമൂഹത്തിന് ഇനി നയിക്കാൻ ആവശ്യമായ ഒരു ദൂതനെ പിറവി കൊടുക്കുക, ജന്മം നൽകുക, അവരെ ഏറ്റെടുക്കുന്ന, അതുപോലെ തന്നെ മുൻകാല വേദഗ്രന്ഥങ്ങളെ കുറിച്ചും നല്ല ധാരണയുള്ള സ്ത്രീയായി അവതരിപ്പിക്കുക. ഈ ഒരു തരത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയമിനെ ആ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അന്നത്തെ ഉണ്ടായിരുന്ന യഹൂദ സമൂഹത്തിന് മുമ്പിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഇൻഡിവിജ്വൽ റൈഷ്യസ്നെസ് എന്ന് പറയുന്ന
അവരുടെ സ്വഭാവത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു ഉയർത്തിക്കാട്ടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ ആ ബുദ്ധിമുട്ടുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തിന്റെ മുമ്പിൽ, സമൂഹത്തിന്റെ ആരോപണങ്ങളെക്കാളും അപ്പുറം മറിയത്തിന്റെ പവിത്രതയെ അള്ളാഹു ഈ ആയത്തുകളിലൂടെ, ഖുറാനിലൂടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇമേജ് ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുറാൻ പൊതുവെ നൽകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയിൽ സ്വാഭാവികമായും ബൈബിളിൽ എങ്ങനെയാണ്, ഖുർആനിൽ എങ്ങനെയാണ് എന്നതും കൂടി നമ്മൾ പരാമർശിക്കേണ്ടതുണ്ട്. ഖുർആനിൽ മറിയമിനെ അവർക്ക് സ്വതന്ത്രമായ ഒരു ഒരു വ്യക്തിത്വം ഉണ്ട് എന്ന്, അതായത് മകന്റെ ഉമ്മ എന്നതിനേക്കാളും അപ്പുറം സ്വതന്ത്രമായ ഒരു വ്യക്തിത്വം ഉണ്ട് എന്ന രീതിയിലാണ് മറിയമിനെ ചിത്രീകരിക്കുന്നത്. അത് മാത്രമല്ല, ഈസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ പോലും ഈസബിന് മറിയമിന്റെ മകൻ ഈസ എന്നാണല്ലോ. അത്രത്തോളം ഒരു പ്രാധാന്യം മറിയം എന്ന് പറയുന്ന ഒരു മഹദിയുടെ പവിത്രതയും അവരുടെ മഹത്വവുമാണ് ഈസ അലൈഹി ഇസ്ലാമിന്റെ വ്യക്തിത്വത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്ട് ചെയ്യുന്നത്. ബൈബിളിൽ ഈ മറിയമിന്റെ മദർ, ഉമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലേക്കാണ് കൂടുതൽ കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഖുർആനിൽ അവരുടെ ജനനവുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങളും സക്കറിയ അലൈഹി ഇസ്ലാമിന്റെ കീഴിലുള്ള അവരുടെ വളർച്ചയും ബൈത്തുൽ മഖ്ദിസിലുള്ള അവരുടെ സാന്നിധ്യത്തെയും നമുക്ക് കാണാം. എന്നാൽ ഈ ഒരു വിശദീകരണങ്ങളൊന്നും നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയില്ല. അതുപോലെ തന്നെ ഖുർആനിലാണെങ്കിൽ അവരുടെ വ്യക്തിപരമായ തഖ്വയെക്കുറിച്ചും അള്ളാഹുവിനോടുള്ള ഭയപ്പാടിനെ കുറിച്ചും മലക്കുകളും അള്ളാഹുമായിട്ടുള്ള നിരന്തരമുള്ള നേരിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുമുള്ള പരാമർശം ഖുർആനിൽ കാണാം. എന്നാൽ ഇതിനേക്കാളും അപ്പുറം ഒരു ഈസാ അലൈഹി ഇസ്ലാമിന്റെ ഒരു നിയോഗവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് ബൈബിളിൽ മേരിയെ പരാമർശിക്കുന്നത്. അവരുടെ ഒരു പൊതുവായ നിലപാട്, സോഷ്യോ റിലീജിയസ് സ്റ്റാറ്റസ് എന്ന നിലയിൽ ഖുർആനിൽ അള്ളാഹു തെരഞ്ഞെടുത്ത, ഇസ്തഫാക്കി എന്ന് 2 വട്ടം ഖുർആൻ പരാമർശിച്ച, അള്ളാഹു തൊഹറക്കി, അള്ളാഹു ശുദ്ധീകരിച്ചു എന്ന് പരാമർശിച്ച, ലോക ജനതയ്ക്ക് മുകളിൽ എല്ലാവർക്കും പോലും അലാ നിസാഇൽ ആലമീൻ, ലോക ജനതയിലെ സ്ത്രീകൾക്ക് മുഴുവൻ, ഒരു ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മുഴുവനും ഒരു മാതൃക എന്ന നിലയിൽ പരിശുദ്ധ ഖുർആൻ അവരെ പരാമർശിക്കുന്നു. ബൈബിളിലാണെങ്കിൽ അവരുടെ കന്യാമറിയം എന്ന് പറയുന്ന ഒരു പൊസിഷനാണ് നൽകുന്നത്. അപ്പോൾ അവരുടെ ഈസാ അലൈഹി ഇസ്ലാമിന്റെ പുനർജന്മം അല്ലെങ്കിൽ പുരുഷാരോഹണം, അതിനുശേഷമുള്ള സംഭവം, അതുമായി ബന്ധപ്പെട്ടാണ് മറിയമിന്റെ ഒരു ബന്ധം ഖുർആൻ വിശദീകരിക്കുന്നത്. എന്നാലും പിൽക്കാലത്ത് മറിയമിനെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നത് പോലും സെന്റ് പോളിന്റെയും പിന്നീട് വന്ന ക്രിസ്ത്യൻ പാദ്രിമാരുടെയും പങ്ക് നമുക്കറിയാം. എന്നതല്ലാതെ അത് ആ ഒരു വിശുദ്ധ മാതാവ് എന്ന് പറയുന്ന പൊസിഷൻ പോലും നൽകുന്നത് ഈസാ അലൈഹി ഇസ്ലാമിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിലോ ഈസാ അലൈഹി ഇസ്ലാമിനെ മറിയമിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ടാണ് കൂടുതൽ പറയുന്നത്. ഈ തരത്തിലുള്ള വൈവിധ്യം അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് ഖുർആനിലും ബൈബിളിലും നമുക്ക് കാണുവാൻ പറ്റും. ഈ ഒരു ഇതിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് എന്താണ് മറിയമിന്റെ ജീവിതത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് സൂറത്ത് മറിയം എന്ന് പറയുന്നത് തൗഹീദ് പഠിപ്പിക്കാൻ ഇറക്കിയ സൂറത്താണ്. അത് മക്കൻ കാലത്ത് അവതരിച്ച സൂറത്താണ്. ആ ഒരു സൂറത്തിന്റെ വിശദീകരണത്തിൽ പോലും, അതായത് മക്കക്കാരുടെ മുമ്പിൽ ത്വാഹയിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കാണാമല്ലോ. നമുക്കറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യ ഹിജറ തന്റെ സഹാബികളെ അയച്ചത് അത് അബസീനയിലേക്കാണ്. നജാഷിയുടെ മുമ്പിൽ മക്കക്കാരായ മുശ്രിക്കി നേതാക്കന്മാർ വന്ന് നിങ്ങളുടെ നബിയെയും നിങ്ങളുടെ ദൈവത്തെയും നിങ്ങളുടെ പരിശുദ്ധരായ ആൾക്കാരെയും ഇകഴ്ത്തി സംസാരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചപ്പോൾ അവരുടെ മുമ്പിൽ സൂറ ത്വാഹ ഓതുകയും ഈ ബാക്കിയുള്ള വിശദീകരണങ്ങളൊക്കെ പറയുകയും ചെയ്ത സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ആ തരത്തിൽ തൗഹീദ് എന്താണ്? അള്ളാഹുവിനൊരു കുഞ്ഞില്ല. നമുക്ക് സൂറ ഇഖ്ലാസിൽ പറയുന്ന ലം യലിദ് വലം യൂലദ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ ഇഖ്ലാസിൽ പറയുന്നത് പോലെ തന്നെ അള്ളാഹുവിന് ഒരു മകനില്ല, സന്തതിയില്ല എന്ന രീതിയിലൊരു കാഴ്ചപ്പാട് പഠിപ്പിക്കാനാണ് ഈ സൂറ മറിയമും അതുപോലെ തന്നെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ മറിയമിനെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയും നിങ്ങളുടെ ചുറ്റുപാടും താമസിക്കുന്ന യഹൂദരാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും അവരുടെ ചിന്തകളും ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും തെറ്റാണെന്ന് പഠിപ്പിക്കാനാണ് മറിയമിന്റെ ജീവിതവും മക്കക്കാരുടെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ,
സമൂഹം തള്ളിക്കളയുന്ന വളരെ ദുർബലരായ ആൾക്കാരെന്ന് കരുതുന്നവർക്ക് പോലും അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കാൻ ഇത് കാരണമാകുമെന്നും വളരെ നിരപരാധികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമെന്നും ഈ ഒരു പാഠത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അള്ളാഹു അവർക്കുള്ള ഈ മറിയമിന്റെ ജീവിതത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ടല്ലോ, സമൂഹത്തിൽ നിന്ന് രക്ഷ നേടുവാൻ അവർക്ക് ദൂരസ്ഥലത്തേക്ക് എത്തിക്കുക, അവരുടെ പൊതുജനങ്ങൾ മുഴുവൻ വളരെ വിശദമായി കാണുന്ന മെഹ്റാബിൽ അവരുടെ ഒരു സാന്നിധ്യം ഉറപ്പുവരുത്തുക. ഈ ഒരു തരത്തിൽ അള്ളാഹു പല രീതിയിൽ മറിയമിനെ സംരക്ഷിക്കുന്നുണ്ട്. പൊതുജനങ്ങളുടെ ശക്തമായ ഒരു എതിർപ്പിൽ നിന്ന് അള്ളാഹു മറിയത്തിന്റെ വ്യക്തിത്വത്തെ സംരക്ഷിക്കുന്ന ആ ഒരു നിലപാട് നമുക്ക് ഇതിലൂടെ കാണാം. അതുപോലെ തന്നെ ആ ഇമ്രാന്റെ ഫാമിലി എന്ന രീതിയിൽ, ഇമ്രാന്റെ ഫാമിലി ഒരുപാട് പ്രവാചകന്മാരുടെ ആ ഫാമിലിയുടെ പവിത്രത ഇപ്പോഴും മറിയം സൂക്ഷിക്കുന്നു എന്ന് ഖുർആൻ നിരവധി ആയത്തുകൾ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിൽ അത്രയും വ്യത്യസ്തമായ ഒരു വിശദീകരണമാണ് ഖുർആൻ മറിയമിന്റെ കാര്യത്തിലൂടെ വിളിച്ചു പറയുന്നത്. ഒരു സ്ത്രീക്ക് തന്നെയും ഒരു വലിയ ഒരു പുരുഷനായ പ്രവാചകന്റെ ജനനത്തിനും ആ പ്രവാചകന്റെ ലെജിറ്റിമസിക്കും ചാലകശക്തിയായി മാറാൻ പറ്റുന്ന തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയമിന്റെ ജനനത്തെയും വളർച്ചയെയും അവരുടെ ക്ഷമയെയും ചേർത്ത് വിശദീകരിക്കുന്നത് പോലും നമുക്ക് ഖുർആനിൽ കാണുവാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ മറിയം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഏജൻസിയുടെ ഏറ്റവും നല്ല ഉദാഹരണമായി പറയുന്നു. അവരുടെ സ്പിരിച്വൽ ഓട്ടോണമിയെ കുറിച്ചും മോറൽ ധാർമ്മികമായ ശക്തിയെക്കുറിച്ചും നേരിട്ട് അള്ളാഹുമായി ഇടപെടാൻ കഴിയുന്ന അവരുടെ ഒരു സാന്നിധ്യത്തെ കുറിച്ചുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മറിയമിന്റെ ജീവിതം പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഖുർആനിന്റെ ചർച്ചകളിൽ മറിയമിന്റെ ജീവിതം, മറിയമിന്റെ കഥ ഒരു സെൻട്രൽ പോയിന്റായി വരുന്നത്? അത് ഒന്ന്, അള്ളാഹുവിന്റെ ഹാക്കിമിയത്ത്, അള്ളാഹുവിന്റെ പരമാധികാരം, അള്ളാഹുവിന്റെ ഖുദ്റത്ത് അത് കൂടുതൽ ഉറപ്പിച്ചു പറയുവാനാണ്. അതായത് ഈസാ അലൈഹിസ്സലാമിന്റെ ജനനം അള്ളാഹുവിന്റെ കയ്യാലാണ് സംഭവിച്ചത് എന്ന് പറയുന്ന ഒരു ബോധം പഠിപ്പിക്കുവാനാണ്. രണ്ടാമത്, തഖ്വയുടെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമായി ഏതൊരു പ്രതിസന്ധി ഘട്ടിയിലും ഘടകത്തിലും പ്രശ്ന സാഹചര്യത്തിലും തവക്കുലും അതുപോലെ തന്നെ തഖ്വയുടെയും ഏറ്റവും നല്ല ഉദാഹരണമായി ചിത്രീകരിച്ചു എന്നുള്ളതാണ്. അത് വിശദീകരിക്കുവാനാണ് ഈ മറിയമിന്റെ കഥയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാന്തവൽക്കരിക്കപ്പെടുന്ന ഇന്നസെന്റ് ആയ, അതായത് നിരപരാധിയരായ ആൾക്കാരെ അള്ളാഹു സംരക്ഷിക്കും എന്ന് പറയുന്ന ഒരു ആശയം ഇതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അന്നത്തെ ആ ഒരു സമൂഹത്തിന്റെ സാമൂഹികമായ അതുപോലെ തന്നെ വ്യവസ്ഥാപിതമായ പലതരം പരാജയങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ കഥയെ വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ തന്നെ ആ വിശ്വാസത്തിന്റെ ആ ഒരു പരമ്പരയെ ആദരിക്കുന്ന ഒരു തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയമിന്റെ കഥയും വിശദീകരിക്കുന്നു. ഇന്നല്ലാഹു ഇസ്തഫാക ആദമ വനൂഹൻ വആല ഇബ്രാഹിം വആല ഇമ്രാൻ അലൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയമിന്റെ കഥ പറയുന്ന ഭാഗത്ത് തുടങ്ങുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നുണ്ടോ, അല്ലാഹു ആദമിനെയും നൂഹിനെയും ഇബ്രാഹിമിന്റെ കുടുംബത്തെയും ഇമ്രാന്റെ കുടുംബത്തെയും ലോകർക്ക് മുകളിൽ അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് കാണാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വംശപരമ്പരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു. അതുപോലെ തന്നെ ഇമ്രാന്റെ വംശപരമ്പരയിൽ പ്രത്യേകിച്ച് യഹൂദി ജൂത പാരമ്പര്യമുള്ള പ്രവാചകന്മാരുടെ, ഇസ്രായേലി പ്രവാചകന്മാരുടെ ചരിത്ര പാരമ്പര്യം അവിടെ കടന്നു വരുന്നു. അപ്പോൾ ഇതിനെ പരാമർശിച്ചുകൊണ്ട് ആ പരമ്പരയിൽ തന്നെ പെട്ടതാണ് നീ എന്നും മറിയമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറയുന്നു. അത്രത്തോളം അവരുടെ വിശ്വാസത്തിന്റെ ഒരു പരമ്പരയെ മറിയമിന്റെ ജീവിതവുമായി ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയമിനെ പരിചയപ്പെടുന്നത്. ഈ ഒക്കെ തരത്തിലാണ് അല്ലാഹു മറിയമിന്റെ സ്ഥാനത്തെ ഉയർത്തി വെക്കുന്നത്. അതുകൊണ്ടാണ് ലോക ജനതയ്ക്ക് ഏറ്റവും നല്ല തെളിവായി തവക്കുലിന്റെയും അതുപോലെ തന്നെ തഖ്വയുടെയും സബറിന്റെയും ഒരു ഏറ്റവും നല്ല തെളിവായി അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയമിനെ പരാമർശിക്കാനുള്ള പ്രധാന കാരണം ഇതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.